ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്ക് പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഷോൾഡർ ലൈനാണ്, ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരു ലൈൻ നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 1/2 ഇഞ്ച് താഴ്ത്തി ഒരു ലൈൻ കൂടെ വരയ്ക്കണം. അത് ഏത് മെഷർമെൻറ്റ് വന്നാലും ചെയ്യേണ്ടത് ഇങ്ങനെ കേട്ടോ. ഒരു ലൈൻ വരയ്ക്കുക, ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പം 1/2 ഇഞ്ച് താഴ്ത്തി ഒരു ലൈനൂടെ വരയ്ക്കണം. വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, ഇത് നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഈ 1/2 ഇഞ്ച് താഴ്ത്തി ഒരു ലൈൻ വരച്ചിട്ടില്ലേ, അവിടെ ഏറ്റവും മുകൾ ഭാഗം ടച്ച് ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കണം. കണ്ടോ, കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഇത് മാറിപ്പോയിരിക്കാൻ വേണ്ടി നമുക്കൊരു സ്റ്റാപ്ലർ എടുത്തുകൊണ്ട് വെക്കാം. അതിനുശേഷം ഈ ഷോൾഡറും ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. ഈ ഷോൾഡർ ലൈൻ കണ്ടോ, ഫ്രണ്ടിൻ്റെ ഷോൾഡർ ലൈൻ നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കാം. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കണമെങ്കിൽ ഇതിവിടെ നമ്മൾ നേരെ വെക്കണം. ഈ ആം ഹോളിൻ്റെ നേരെ വന്ന ലൈനാണ് ഈ കാണുന്നത്. അത് ഇതിലോട്ട് സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അളക്കാതെ തന്നെ കറക്റ്റായിട്ട് വരച്ചെടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ ഷോൾഡറൊക്കെ അളന്നളന്ന് തന്നെ മാർക്ക് ചെയ്യണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റായിട്ട് വെക്കുക. കണ്ടോ, കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഈ സ്കെയിൽ നമ്മൾ ഈ നേരെ വന്ന ലൈനിലും ഈ പോയിന്റിലും നിൽക്കുന്ന രീതിയിൽ കറക്റ്റ് വെക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്കിത് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചെസ്റ്റ് ലൈൻ വരുന്നുണ്ടല്ലോ, അതും ഈ ചെസ്റ്റിൻ്റെ അളവും ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ, ഒന്നുമില്ലല്ലോ. കണ്ടോ, ഇത് നമ്മൾ അതുപോലെ വരച്ചെടുത്തു. ഇവിടുന്ന് നേരെ വരച്ചു. ഇത് എവിടെയാണോ ചെസ്റ്റ് ലൈൻ വരുന്നത് അവിടുത്തെ വണ്ണത്തിൻ്റെ അവിടെയും വരച്ചു. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ സ്ലോപ്പ് കൊടുത്തത് നമ്മൾ ഇവിടുന്ന് ഒരു 3.25 ഇഞ്ച് മാറ്റിയിട്ടാണല്ലോ സ്ലോപ്പ് കൊടുത്തേ. പക്ഷേ ബാക്കിൻ്റെ സ്ലോപ്പ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തതിനേക്കാട്ടിലും ഒരു 1/4 ഇഞ്ച് കൂടെ മാറ്റിയിട്ട് വേണം വരയ്ക്കാൻ. 1/4 ഇഞ്ച് മാറ്റുന്നത് പറയുമ്പോൾ ഏറ്റവും മുകളിലെ ലൈനിലായിരിക്കണം. നമ്മളിപ്പോൾ 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടുള്ള ലൈനിലാണ് ഫ്രണ്ട് വെച്ചേക്കുന്നത്. ഏറ്റവും മുകളിലെ ലൈനിൽ ഇവിടെ നമ്മൾ 3.25 അല്ലേ എടുത്തേ, അതിന് പകരം ഇങ്ങോട്ട് മാറ്റിയൊരു 3.5 മാർക്ക് ചെയ്യേണ്ടത്. അത് ടേപ്പ് കൊണ്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് 1/4 ഇഞ്ച് മാറ്റിയിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇവിടുന്നാണ് ബാക്കിൻ്റെ സ്ലോപ്പ് പോകേണ്ടത്. ഫ്രണ്ടിൻ്റെ സ്ലോപ്പ് പോയിടത്തു നിന്നല്ല ബാക്കിൻ്റെ സ്ലോപ്പ് പോകണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് താഴോട്ട് മാറ്റിയിട്ട് വരയ്ക്കാനും അവിടെ ഈ ഫ്രണ്ട് വെക്കാനും പറയുന്നത്. അതെല്ലാ ബ്ലൗസിനും അങ്ങനെ തന്നെയാണ്, ഏത് മെഷർമെൻറ്റ് വന്നാലും ചെയ്യേണ്ടത്. മനസ്സിലായോ? അത് ഇത്രയും മനസ്സിലായല്ലോ. അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1/4 ഇഞ്ച്. സ്ലോപ്പ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കിത് മാറ്റാം, ഫ്രണ്ട് മാറ്റാം. എന്നിട്ട് ഈ ലൈനെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ഷോൾഡർ ലൈൻ ആയിരുന്നു ഫ്രണ്ടിൻ്റെ, അത് നമുക്ക് വരയ്ക്കാം. പിന്നെ ഈ ആം ഹോൾ ലൈൻ അത് നമുക്ക് നേരെ വരയ്ക്കാം. പിന്നെ ഈ ചെസ്റ്റ് ലൈൻ ആയിരുന്നല്ലോ, ഇത് ചെസ്റ്റ് ലൈൻ ആയിരുന്നു. ഈ ചെസ്റ്റ് ലൈൻ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിപ്പം ഫ്രണ്ടിൻ്റെ ചെസ്റ്റ് ലൈനാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ, അതിൽ നിന്ന് 1/2 ഇഞ്ച് താഴോട്ട് മാറ്റി വേണം വരയ്ക്കാൻ ചെസ്റ്റിൻ്റെ ലൈൻ. നമ്മൾ ഫ്രണ്ടിൻ്റെ ചെസ്റ്റ് ലൈൻ വന്നത് എവിടെയാണോ അതിൽ നിന്ന് 1/2 ഇഞ്ച് താഴോട്ട് മാറ്റിയിട്ട് ബാക്കിൽ ചെസ്റ്റിൻ്റെ ലൈൻ വരയ്ക്കാൻ പാടുള്ളൂ. അതിങ്ങനെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി. ഇനി അടുത്ത് നമുക്ക് വേണ്ടത്, ഈ 1/2 ഇഞ്ച് താഴോട്ട് ഇറക്കി എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത് നമുക്ക് വേണ്ടത് ആം ഹോളിൻ്റെ ബാക്ക് ആം ഹോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നുള്ളതാണ്. അത് നമ്മൾ ഫ്രണ്ടിൽ എടുത്ത പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ആദ്യം കണ്ടുപിടിക്കുക. ഈ ലൈനിൻ്റെയും ഇതിൻ്റെയും സെൻറ്റർ കണ്ടുപിടിക്കുക. ഇവിടെ വരും. അതിനുശേഷം ഫ്രണ്ട് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്, ആ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് മാർക്ക് ചെയ്തത്. പക്ഷേ ബാക്ക് ആം ഹോൾ വരുമ്പം 1/2 ഇഞ്ച് ഇവിടുന്ന് അങ്ങോട്ടാണ് മാറ്റേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഫ്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തത് 1/2 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ആ സ്കെയിൽ വെച്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. പക്ഷേ ബാക്കിൽ വരുമ്പം നമുക്ക് ഈ ഏറ്റവും മുകളിൽ നിന്ന് 1/2 ഇഞ്ച് അങ്ങോട്ട് മാറ്റിയിട്ട് വേണം സ്കെയിൽ വെക്കാൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വെക്കുമ്പം ഈ പോർഷൻ ഈ ലൈനിൽ ടച്ച് ചെയ്യണം, ഇത് ഈ സെൻറ്റർ പോർഷനിൽ ടച്ച് ചെയ്യണം, ഇതിവിടെ 1/2 ഇഞ്ച് മാറ്റിയിട്ട് ഷേപ്പ് എടുക്കണം. അല്ലാതെ ഇവിടോട്ടല്ല ഷേപ്പ് വരണ്ടേ. മനസ്സിലായോ? ഈ രണ്ടും രണ്ട് ഷേപ്പാണ്, അത് ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കൂടെ നമ്മൾ ഫ്രണ്ടിനെക്കാട്ടിലും ബാക്ക് ഇറക്കി മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ വരും. കണ്ടോ, മറ്റേ നമ്മൾ 1/2 ഇഞ്ച് അകത്തോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെയാണ് ടച്ച് ചെയ്തത്. ഇത് പക്ഷേ 1/2 ഇഞ്ച് അകത്തോട്ട് മാറ്റുന്നതിന് പകരം 1/2 ഇഞ്ച് മുകളിൽ നിന്ന് പുറത്തോട്ടാണ് മാറ്റിയേക്കുന്നത്. അത് തെറ്റിപ്പോരുത്. അതുകൊണ്ടാണ് ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ താഴ്ത്തി ഇറക്കിയേക്കുന്നത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആം ഹോൾ കിട്ടില്ല. കാരണം നിങ്ങൾക്ക് തോന്നാം ഈ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ വ്യത്യാസം വരത്തില്ല എന്ന്. ഇല്ല, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നമുക്കിവിടെ ആം ഹോൾ ഇനി അളന്ന് നോക്കാം. നമുക്ക് എത്രയായിരുന്നു ആം ഹോൾ വേണ്ടേ? നമുക്ക് 8.25 വേണ്ടേ. 8.25 ഇവിടെ കിട്ടുമോ നമുക്ക് നോക്കാമല്ലോ. കണ്ടോ, 8.25 നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. അതിന് ബാക്ക് ആം ഹോളും നമുക്ക് കറക്റ്റ് കിട്ടി. ഇനി നമുക്കിന് സ്ലോപ്പ് കൊടുക്കാം. സ്ലോപ്പ് ഞാൻ പറഞ്ഞതല്ലേ, ഏറ്റവും മുകളിലെ ലൈനിൽ നിന്ന് 1/4 ഇഞ്ച് കൂടെ ഫ്രണ്ടിനെക്കാട്ടും മാറ്റിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് വേണം സ്ലോപ്പ് കൊടുക്കാൻ. കാര്യം ഫ്രണ്ടിലെ സ്ലോപ്പും ബാക്കിലെ സ്ലോപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ ഇനി നമുക്ക് വേണ്ടത്
ഇതിൻ്റെ സൈഡ് ലെങ്ത് നമ്മൾ നോക്കണം. ഞാനിപ്പം പറഞ്ഞായിരുന്നല്ലോ, നമ്മളിപ്പം ഇവിടെ ഫ്രണ്ടിൻ്റെ മാറി ഇവിടെ വരുന്നത്, അതിൽ നിന്ന് അരേഞ്ച് മാർക്ക് ചെയ്തപ്പോൾ സൈഡ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകും നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ നമ്മളത് മാർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് എവിടെയാണോ വരുന്നത്, രണ്ടാമത്തെ ലൈൻ വരുന്നത്, അവിടെ നിന്നാണ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ഈ സൈഡിലെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു പോയിന്റ് പോലും വ്യത്യാസം വരത്തില്ല, ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മാർക്ക് ചെയ്തു നമ്മൾ കറക്റ്റായിട്ട്. അതിനുശേഷം നമുക്ക്, അതുകൊണ്ടാണ് ഈ പടി ഞാൻ കട്ട് ചെയ്യാതിരുന്നത് ആദ്യം. ഈ പടി കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ പടിയൊക്കെ ചേർത്ത് വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്യണം, അന്നേരം ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ പടി കട്ട് ചെയ്യാം, അതിൻ്റെ കാര്യമേ ഉള്ളൂ. ഇത് നമുക്ക് നേരെ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വേസ്റ്റ് വണ്ണം എത്രയാണെന്ന് നോക്കണം അല്ലേ. വേസ്റ്റ് വണ്ണം വരുന്നത് എത്രയായിരുന്നു? വേസ്റ്റ് വരുന്നത് 34. 34 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിന് എത്ര കിട്ടും? 8.5 കിട്ടും. അത് 8.5 നമുക്കിവിടെ വേസ്റ്റ് വണ്ണം വരേണ്ടത്. നമുക്കിവിടെ ടക്ക് അത്യാവശ്യമാണ്, നമുക്കൊരു 1/2 ഇഞ്ച് ടക്ക് കൊടുക്കാം. 8.5യുടെ കൂടെ 1/2 ഇഞ്ച് ടക്ക് കൂടാകുമ്പോൾ 9 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ലൈൻ ചരിച്ച് വരയ്ക്കാം. കണ്ടോ, നമ്മളിങ്ങനെ ചരിഞ്ഞ് ലൈൻ വന്നതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ അളന്ന് നോക്കണം. കാരണം ഈ നേരെ വരുന്ന ലൈനേക്കാളും ചരിഞ്ഞ് വരുമ്പോൾ അളവിന് വ്യത്യാസം വരും, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് നമുക്ക് ചരിഞ്ഞ് വന്നത് കറക്റ്റായിട്ട് വെക്കണം. കണ്ടോ, ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. കാരണം നമ്മളിത് കറക്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ സൈഡ് ജോയിൻ ചെയ്യുമ്പം താഴ്ഭാഗം വ്യത്യാസം വന്നേനെ. അതിന് മനസ്സിലായല്ലോ. അത് ഇനി നമുക്കിത് നേരെ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ബാക്കിലെ ടക്ക് എവിടെ വരണം എന്നുള്ളതാണ്. ബാക്കിലെ ടക്ക് നമുക്ക് ഫ്രണ്ട് പോർഷൻ വെച്ച് തന്നെ മാർക്ക് ചെയ്യാം. കാരണം ഫ്രണ്ടിൻ്റെ ടക്ക് വന്നില്ലേ, ആ സെയിം തന്നെയാണ് ബാക്കിലെ ടക്കും വരേണ്ടത്. ബ്രസ്റ്റ് പോയിന്റ് ഇവിടെ അല്ലേ വന്നേക്കുന്നത്, അതൊന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ തന്നെയാണ് നമുക്ക്, ഈ അകലത്തിൽ തന്നെയാണ് നമുക്ക് ടക്ക് വരേണ്ടതും ഈ ലെങ്തിൽ തന്നെയാണ് ബാക്ക് ടക്ക് വരേണ്ടതും. മനസ്സിലായോ? കാരണം നമുക്കത് കറക്റ്റ് ചെയ്യാം. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് വരയ്ക്കാം. ഇതാണ് ടക്ക് വരുന്നത്. ബാക്കിൽ ടക്ക് എത്രയായിരുന്നു? 1/2 ഇഞ്ച് അല്ലേ. അതിന് 1/4 ഇഞ്ച് ഈ സൈഡും 1/4 ഇഞ്ച് ഈ സൈഡും, 1/2 ഇഞ്ച് ടക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അടിവശം നമ്മൾ ചെറിയൊരു ഷേപ്പ് കൊടുക്കണം. ഷേപ്പ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പോയിൻ്റായിട്ട് വന്ന് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഷേപ്പ് ഈ ടക്ക് വരുന്ന പോർഷന്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബാക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്യാനെ കൊണ്ട്. ഏതളവ് വന്നാലും ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ബോട്ട് നെക്ക് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം, അതിനുശേഷം ബോട്ട് നെക്കിൻ്റെ കാര്യം നോക്കാം. ഇനി നമുക്ക് ടക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഒരു ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ബാൻഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം കഴുത്ത് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്തു, ഇതങ്ങോട്ട് മാറ്റാം. ഇത് നമുക്ക് ഈ ലൈനാണല്ലോ ബാൻഡ് വരുന്നത്, കട്ട് ചെയ്തു. ഇത് നമുക്ക് കൊണ്ട് മാറ്റി വെക്കാം. ഇത് നമുക്കിനി ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുന്നത് ഇത് കണ്ടോ, ഒരു ചെറിയ ഷേപ്പ് വന്നത് കണ്ടോ. ഷേപ്പ് വന്നത് എവിടെയാണ്? നമുക്ക് ഈ പ്രിൻസസ് കട്ടിൻ്റെ ഇവിടോട്ടുള്ള ഷേപ്പാണ് വന്നത് അല്ലേ. അത് നമ്മളിത് നേരെ ഞാൻ കട്ട് ചെയ്ത്, ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ചരിഞ്ഞാൽ വന്നേക്കുന്നത്. ഇത് നേരെ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും വ്യത്യാസം വരും, ഒരു 1/4 ഇഞ്ചോളം വ്യത്യാസം നമുക്ക് വരും. അത് ഈ ഷേപ്പ് നമുക്ക് അതുപോലെ തന്നെ നിർത്തണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. ഈ പോയിന്റ് തമ്മിൽ ടച്ച് ചെയ്യണം, ഈ മുകളിലെ പോയിന്റ് തമ്മിൽ ടച്ച് ചെയ്യണം. അന്നേരം കണ്ടോ ഒരു ഷേപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം പോയിന്റ് വന്നിട്ടുണ്ട്, നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. ഈ അടിയിലെ കണ്ടോ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഈ ഷേപ്പ് കറക്റ്റ് പോയിന്റായിട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ അടിവശം ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണമെന്ന്, അതിന് വേണ്ടിയിട്ടാണ് ഷേപ്പ് ചെയ്ത് കൊടുത്തത്. ഇതുണ്ട് ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത് ഈ ബാൻഡ്. ഇങ്ങനെ വളഞ്ഞ് വേണം ബാൻഡ് വരാൻ. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇത് നേരെ തന്നെ വന്നോളും, ബോഡിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നേരെ തന്നെ വന്നോളും. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് തന്നെ ബാൻഡ് വരാൻ പാടുള്ളൂ. നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പാടില്ല. ഇട്ട് കഴിയുമ്പോൾ നേരെ വന്നോളൂ. നമുക്കിത് അടുത്ത ക്ലാസ് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇട്ട് നോക്കുന്ന ക്ലാസ്സൊക്കെ ഉണ്ട്, അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. അത് ഇത് ഇങ്ങനെ ഇവിടെ പക്ഷേ മുകൾ വശം പോയിന്റായിട്ട് നിൽപ്പുണ്ട്, അവിടെ നമുക്ക് ചെറുതായിട്ട് ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും കൂടി ഇങ്ങനെ ഇതിനെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കരുത് കേട്ടോ, അതിന് അളവിന് വ്യത്യാസം വരും. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക ചെയ്യാവുള്ളൂ. അത് വേറൊരു പീസയിൽ വെച്ച് ഒട്ടിച്ചെടുക്കാം നമുക്ക്. ഇതിനകത്ത് നമുക്ക് ഒട്ടിക്കാം.
ഇത് കറക്റ്റായിട്ട് ആദ്യം വെക്കാം. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് ഈ രണ്ട് ഭാഗം ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതിങ്ങനെ ഷേപ്പായിട്ടാണ് വന്നേക്കുന്നത്. ഈ സൈഡ് അത് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പാണ്, അത് നോക്കേണ്ട കാര്യമില്ല. ഇത് കറക്റ്റായിട്ട് ഈ രണ്ട് ഭാഗവും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഷേപ്പിലാണ് വരുന്നത് കേട്ടോ. അടിവശം നമ്മൾ ഓൾറെഡി ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. മുകൾ ഭാഗം നമുക്ക് പോയിൻ്റായിട്ടാണ് നിൽക്കുന്നത്, അത് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. ചെറിയൊരു ഷേപ്പ് കൂടെ കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെയാണ് ബാൻഡ് വരുന്നത്. കണ്ടോ ബാൻഡ് വരുന്നത് ഇങ്ങനൊരു ഷേപ്പുണ്ട്. അത് ഇങ്ങനെയുള്ള ഈ ഷേപ്പാണ് അടിവശത്ത് വരേണ്ടത് കേട്ടോ. അത് തിരിഞ്ഞു പോകരുത്. അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ മുകൾ ഭാഗത്തിൻ്റെ അവിടെ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം, മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. കാരണം ഇത് തിരിച്ചു വെച്ച്, അതായത് ഇതിങ്ങനെയാണ് വരുന്നത് അറ്റാച്ച് ചെയ്യുമ്പോൾ. ഈ അടിവശത്തെ ഷേപ്പ് ഇതാണ് അടിവശം വരണ്ടേ. അതിന് പകരം നമ്മൾ തിരിച്ചു വെച്ച് വല്ലതും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൗസിൻ്റെ ഷേപ്പേ പോയി. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇത് അറിയാൻ വേണ്ടി വേണമെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം, ഈ ബാൻഡിൻ്റെ ഷേപ്പ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ബാൻഡിൻ്റെ ഷേപ്പ് നമുക്ക് സ്ട്രൈറ്റ് ബാൻഡിനും കൊടുക്കാം, ഷേപ്പിനും കൊടുക്കാം കേട്ടോ. ഷേപ്പിന് കൊടുക്കാൻ വേറെ ഒന്നുമില്ല അറിയാൻ, പ്രത്യേകിച്ച് അറിയാൻ. ഇവിടെ നമുക്ക് ഇവിടുന്ന് ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. അതെങ്ങനെ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത് നമുക്ക് മാറ്റി വെക്കാം.